ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ സർക്കുലർ പെലോസോ അല്ലെങ്കിൽ അംബ്രല പെലോസോൻ്റെ സ്റ്റിച്ചിങ് ആട്ടോ. അപ്പം നമ്മൾ നല്ല വശവും ചേർത്ത് വെച്ച ശേഷം ക്രോച്ച് കണ്ടോ, ആ ഒരു സൈഡിലെ ക്രോച്ച് ഫുള്ളായിട്ട് അടിക്കണം. മറ്റേ സൈഡിലെ ക്രോച്ച് മേളിൽ നിന്ന് നമ്മുടെ ആ ഒരു ബെൽറ്റ് തുടങ്ങുന്ന ഭാഗത്തു നിന്നും 1 ഇഞ്ച് വിട്ട ശേഷം താഴോട്ടേക്ക് വീണ്ടും 1/2 ഇഞ്ച് തയ്യൽ തുമ്പിൽ അടിക്കണം. ഇത് ഫുള്ളായിട്ട് നമ്മൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിൽ ഒരു സൈഡ് അടിക്കാം. മറ്റേ സൈഡിൽ ഏതെങ്കിലും ഒരു സൈഡിൽ, അതായത് മറ്റേ ക്രോച്ചിൻ്റെ അവിടെ നമ്മൾ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ടുണ്ട് കണ്ടോ. എന്നിട്ട് താഴോട്ടേക്ക് നമ്മൾ വീണ്ടും ഇതുപോലെ അടിച്ചു വരിക കേട്ടോ. അപ്പോൾ അത് വേഗം അടിച്ചു കൊണ്ടുവരാം. വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതിൻ്റെ കട്ടിങ് വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. സർക്കുലർ പെലോസോ അല്ലെങ്കിൽ അംബ്രല പെലോസോ എന്ന് പറയും. നമ്മളിങ്ങനെ പാവാട പോലെ ഉണ്ടാകും, നല്ല കംഫർട്ടബിളാണ് ഇടാനായിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, നല്ലൊരു ലുക്കാണ്, അതായത് ഒരു സ്കേർട്ട് ലുക്കും കിട്ടുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഇത് പൊങ്ങിപ്പോകും എന്നുള്ളൊരു ടെൻഷൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് കംഫർട്ടബിളുമാണ്, സേഫ്റ്റിയുമാണ് ഇടുന്നതിന്. അപ്പോൾ അതേ ഒരു സൈഡ് ഫുൾ അടിച്ചിട്ടുണ്ട്. മറ്റേ സൈഡിൽ നമ്മൾ നോക്കിക്കതേ കണ്ടോ, ഇങ്ങനെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് 1 ഇഞ്ച് വിട്ട ശേഷം ഇങ്ങനെ അടിച്ചു കൊടുക്കാം. അപ്പം നമ്മളിങ്ങനെ അടിച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിടിക്കുക. ഇപ്പുറത്ത് ഇങ്ങനെ പിടിച്ച് നമുക്കൊന്ന് വലിക്കാം കേട്ടോ. ഇങ്ങനെ വലിച്ചിട്ട് ഒന്ന് കുടയുമ്പോൾ നമുക്ക് പാൻറ്റ് കിട്ടും. കണ്ടോ, കറക്റ്റ് പാൻറ്റാവും. ഇനി നമുക്ക് എന്ത് ചെയ്യുക, കാലിൻ്റെ അടിയൊന്ന് മടക്കിയടിക്കാം. 2 കാലിൻ്റെ അടിയും 4 ഇഞ്ച് വെച്ച് മടക്കുക. കാരണം അത് വലിയ വട്ടമായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളൊരു ആദ്യം ഒരു 4 ഇഞ്ച് മടക്കുക, വീണ്ടും ഒരു 4 ഇഞ്ച് മടക്കിയ ശേഷം ഇങ്ങനെ അടിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഒരു പീക്കോ ഫൂട്ട് വെച്ചിട്ട് നമ്മൾ ഒരു സിക്സാക് സ്റ്റിച്ച് അല്ലെങ്കിൽ റോൾഡ് ഹെമ്മോ അങ്ങനെയൊക്കെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനതും കൂടി ചെയ്ത് കൊണ്ടുവരാം. പിന്നെ നമുക്ക് കണ്ടോ, നമുക്ക് അത് ഫുള്ളായിട്ട് ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് മടക്കി അടിക്കുകയാണ് കേട്ടോ. ഇതിന് ഒരുപാട് എടുക്കരുത്, 2 ഇഞ്ച് ഒന്നും മടക്കി അടിക്കരുത്, വൃത്തി ഉണ്ടാവില്ല. എക്സാക്ട്ലി ഒരു 4 ഇഞ്ചും വെച്ച് മടക്കുക. അല്ലെങ്കിൽ നമ്മൾ ഉടുപ്പിനൊക്കെ നമ്മൾ റോൾഡ് ഹെം ചെയ്യില്ല, അതുപോലെ നമുക്ക് ചെയ്യാം. അപ്പോൾ അത് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ കാലിൻ്റെ ഷേപ്പ് 1 ഇഞ്ച് തയ്യൽ തുമ്പ് അല്ലെങ്കിൽ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിൽ നമുക്കൊന്ന് തയ്ച്ചു കൊടുക്കാം കേട്ടോ. അത് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ കൊണ്ടുവന്നിട്ട് നല്ല കംഫർട്ടബിൾ ആട്ടോ ഇതിടുമ്പോൾ. പിന്നെ അത് മാത്രമല്ല, നമുക്ക് വേസ്റ്റിൻ്റെ അവിടെയൊക്കെ നല്ല ഷേപ്പ് കിട്ടും ഇതിടുമ്പോൾ. മറ്റേതുപോലെ ആയിരിക്കില്ല, കാരണം ഇത് ക്രോസ് പീസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ നല്ല ടൈറ്റിൽ ഷേപ്പിലിരിക്കും, പക്ഷേ ഇരിക്കുമ്പോൾ അത് സ്ട്രെച്ച് ആയി പോവുകയും ചെയ്യും. അപ്പോൾ ഞാൻ അതൊന്ന് അടിച്ചിട്ട് വന്നിട്ടുണ്ട്, അതും കൂടി അടിച്ചു കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിവിടെ ഒരു ഓപ്പൺ വിട്ടിട്ടുണ്ട്. മേലെ നോക്കുമ്പോൾ ക്രോച്ചിൻ്റെ അവിടെ നമ്മൾ ഒരു ക്രോച്ചിൻ്റെ അവിടെ 1 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ടില്ലേ നമ്മൾ തയ്ച്ചത്. ആ ഗ്യാപ്പ് വിട്ടവിടെ നമ്മൾ ഈ ബെൽറ്റിൻ്റെ ലെങ്ത്തും വിടുത്തൊക്കെ ഓൾറെഡി കട്ടിങ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, നോക്കുക. യൂട്യൂബിലുള്ളവർക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം കട്ടിങ് വീഡിയോയുടെ ലാസ്റ്റ്. ഫേസ്ബുക്കിലുള്ളവർക്ക് വീഡിയോയുടെ താഴെ നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ആ ബെൽറ്റിന് നമ്മളത് ഇതുപോലെ നടുവേ ഒന്ന് മടക്കിയ ശേഷം നേരെ ഈ ഒരു ബെൽറ്റിന് നമ്മൾ ആ ഒരു പാൻറ്റിൻ്റെ നല്ല വശത്ത് നമുക്ക് അറ്റാച്ച് ചെയ്യാം കേട്ടോ. ഉണ്ടത് ഇതുപോലെ വെച്ച ശേഷം ഇങ്ങനെ ചുറ്റും ഒന്ന് അടിച്ചു വരാം. കണ്ടോ, അതിങ്ങനെ വെച്ചിട്ട് നമുക്ക് ചുറ്റും ഒന്ന് അടിച്ചു വരാം. ഫുള്ളായിട്ട് തയ്ച്ചു കൊണ്ടുവരാം കേട്ടോ. കണ്ടോ, ഇങ്ങനെ ഓപ്പൺ ചെയ്ത ഭാഗത്തിൽ നല്ല വശം ഇങ്ങനെ വെച്ചിട്ട് ഫുള്ളായിട്ട് ചുറ്റും ഒന്ന് തയ്ച്ച് നമുക്ക് കൊണ്ടുവരാം കേട്ടോ. അത് കണ്ടോ, ഇങ്ങനെ 4 ഇഞ്ച് തയ്യൽ തുമ്പ് എടുക്കാൻ പാടില്ല, ഒരുപാട് എടുക്കാൻ പാടില്ല. ഈ മടക്കിയ തുണി മടക്കിയിട്ട് ആ ഒരു ഓപ്പണില്ല, ആ ഓപ്പനാണ് നമ്മൾ നല്ല വശത്തിൻ്റെ മേലെ വെക്കേണ്ടത്. കണ്ടോ, ഇങ്ങനെ ഓപ്പൺ അവിടെ ഇങ്ങനെ വെച്ച ശേഷം ഇങ്ങനെ ചുറ്റും ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പം നമുക്കിതുപോലെ ഒന്ന് ഫുള്ളായിട്ട് ചുറ്റിച്ചൊന്ന് ചെയ്ത് വരാം. അതിങ്ങനെ ഓപ്പൺ കൊടുത്തിട്ടുണ്ട്, അവിടെ വീണ്ടും ഞാൻ കാണിച്ചു തരണം. അത് ഇങ്ങനെ ഉണ്ട്. ഇതിനെ നമുക്കിങ്ങനെ ബെൽറ്റിനെ മടക്കിയ ശേഷം നല്ല വശത്തിൻ്റെ മേലെ ഈ പാൻറ്റിൻ്റെ ബാൻഡ് വെക്കാനായിട്ടുള്ള സ്പേസ് ഉണ്ട്, അവിടെ നമുക്ക് ചുറ്റും ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ.
അപ്പം നമ്മളത് അടിച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അടിച്ച് കൊടുത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കണ്ടോ, അവിടെ നമുക്ക് ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിൽ കൂടെ നമുക്ക് എലാസ്റ്റിക് ഇട്ട് കൊടുക്കുക. അപ്പോൾ 40 നിങ്ങളുടെ ഹിപ്പ് റൗണ്ടെങ്കിൽ 35 ഇഞ്ച് എലാസ്റ്റിക് എടുക്കുക. ആ അളവിൽ 5 ഇഞ്ച് കുറച്ചിട്ട് ഒരു ഗ്യാപ്പ്, നമുക്ക് അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും ഓൾറെഡി. അതിൽ കൂടെ നമുക്ക് ആ ബാൻഡിൻ്റെ ആ ഒരു റൗണ്ടിൽ കൂടെ നമുക്ക് ഇത് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഇപ്പുറത്തെ കൂടെ ഇട്ട് കൊടുത്തിട്ട് അപ്പുറത്തൂടെ പുറത്തെടുക്കാം. എന്നിട്ട് നമുക്കിത് ഇതിനെ ഈ അറ്റം ഇങ്ങനെയുണ്ട്, നമ്മുടെ ആ ഓപ്പനിങ് ഇങ്ങനെയുണ്ട് അല്ലേ, ഇതിനെ ഇങ്ങനെ വെച്ച ശേഷം 1/2 ഇഞ്ച് തയ്യൽ തുമ്പിലൊന്ന് അടിച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ ഇത് റെഡിയാവും കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പിൽ വീണ്ടും ആ ക്രോച്ചാണ്, ഈ ക്രോച്ചിൻ്റെ ഭാഗം തന്നെയാണ് കേട്ടോ അതിൻ്റെ തുടക്കം. മേൽവശമാണോ അത് ഈ ഭാഗം, ഇത് അതായത് നമ്മുടെ ക്രോച്ചിൻ്റെ ലൈനില്ലേ, ആ ലൈനിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് കണ്ടോ. ഇങ്ങനെ നമ്മൾ ആ നമ്മൾ 1 ഇഞ്ച് ഗ്യാപ്പ് വിട്ടില്ലേ, ആ ഒരു അതും അതിൻ്റെ ബാൻഡും ആണ് അവിടെ ഒന്ന് അടിച്ചു കൊടുത്തപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യുക. അതേ എൻ്റെ ഹണി ഇരിക്കുന്നുണ്ടോ, ഹണി ഇങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ താഴെട്ടിൻ്റെ അടുത്തൊന്നും ഇരിക്കും, നല്ല കുട്ടിയാടോ കണ്ടോ, എന്താ പറയുക. അപ്പോൾ നമ്മുടെ പാൻറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് അവളും വന്ന് കൂടി ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യുക, എന്തായാലും ചെയ്തു നോക്കൂ. താങ്ക്